രാത്രിയെ വരവേൽക്കാം കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി. ചെറിയ ചെറിയ വേഷങ്ങൾ കുറേ അധികം തന്നെ ജയൻ്റെ കൈകളിൽ എത്തി. പൂന്തേനരുവി, പിക് പോക്കറ്റ്, പിച്ചാത്തിക്കുട്ടപ്പൻ, ഈ മനോഹര തീരം, വെള്ളാണി പരമു തുടങ്ങി 50ഓളം ചിത്രങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നു. 1977 പുറത്തിറങ്ങിയ പഞ്ചമി ആയിരുന്നു ജയൻ്റെ ശ്രദ്ധേയമായ ചിത്രം. ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ വില്ലനായ ഫോറസ്റ്റ് റേഞ്ചർ പ്രേക്ഷകർ അതുവരെ കണ്ട വില്ലൻ വേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. KP ഉമറിന് വേണ്ടി നീക്കിവെച്ച ആ റോൾ യാദൃച്ഛികമായി ജയൻ്റെ കൈകളിൽ എത്തിപ്പെടുകയായിരുന്നു. പിന്നെ നിന്നത് ഏമാൻ വിളിക്കുന്നു. വാ. ഇന്നു മുതൽ ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നീ അതുകൊണ്ട് ഇവളെ ഷൂ പോളിഷ് ചെയ്യാനും അരി വെക്കാനും ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നീ എന്തെങ്കിലും ഇവിടെ ഒന്ന് ഓടി രക്ഷപ്പെടാനെങ്ങാണ് നീ ശ്രമിച്ചാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് ഓർമ്മിച്ചോളൂ. പെണ്ണുരുമ്പെട്ടാൽ എന്ന സിനിമയിലായിരുന്നു ജയൻ ആദ്യമായി നായക വേഷം ചെയ്തത്. എന്നാൽ ജയൻ മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമാകുന്നതും പ്രേക്ഷക മനസ്സിൽ കുടിയിരുന്നതുമായ ചിത്രം ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം ആയിരുന്നു. ജയൻ്റെ ആകാരവടിവും കനത്ത ശബ്ദത്തിലുള്ള സംഭാഷണങ്ങളും ആ സിനിമയിലെ നെഗറ്റീവ് ടച്ചുള്ള നായകവേഷത്തിന് ഏറെ യോജിച്ചതായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വില്ലൻ തിയേറ്ററിൽ കൈയടി നേടി. മനസ്സിലാക്കിയതുകൊണ്ട് പറയുകയാണ്. എന്തോന്ന് മനസ്സിലാക്കിയെന്ന്? കൊച്ചമ്മ പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ മനസ്സെന്തിനാണ് തുടിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം കള്ളം. അനാവശ്യം പറയാതെ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം. പക്ഷെ കൊച്ചമ്മയ്ക്ക് പറ്റിയ തെറ്റിന് എന്നെയാണോ ശിക്ഷിക്കേണ്ടത്? എനിക്കതിൽ വിരോധമില്ല. ഞാൻ പോകുന്നു. അതിനു മുൻപേ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാനൊരു പുരുഷനാണ്. കൊച്ചമ്മയ്ക്ക് എന്നോട് തോന്നിയത് കൊച്ചമ്മയോട് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നീട് വന്ന അങ്ങാടിയിലെ ബിരുദധാരിയായ ചുമട്ടുകാരൻ ബാബു നായകൻ എന്ന നിലയിൽ ജയന്റെ സിംഹാസനം ഉറപ്പിച്ചു. ബിജു, what happened? ബിജു, എന്തുണ്ടായി? I don't know what these beggars are doing. What did you say? Beggars? Maybe we are poor. Coolies, trolley pullers. But we are not beggars. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Sorry, sir. ആയിരത്തി 1979-80 കാലഘട്ടത്തിൽ ജയൻ മലയാള സിനിമയിൽ നിറഞ്ഞാടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന താരങ്ങളെ മുഴുവൻ നിഷ്പ്രഭരാക്കാൻ ജയന്റെ അസാമാന്യ അഭിനയ പാടവത്തിന് സാധിച്ചു. സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പിൻ്റെ സഹായമില്ലാതെ ചെയ്യാൻ ജയന് മടിയില്ലായിരുന്നു എന്ന് മാത്രമല്ല, അതൊരു ആവേശം കൂടിയായിരുന്നു. 1980 പുറത്തിറങ്ങിയ ചന്ദ്രഹാസം എന്ന സിനിമയിൽ 150 അടിയോളം പൊങ്ങുന്ന ഒരു ക്രെയിനിൽ പിടിച്ചു തൂങ്ങി അഭിനയിക്കാൻ ജയൻ മടിച്ചില്ല. തിയേറ്ററിൽ വൻ കയ്യടിയാണ് ഇത്തരം രംഗങ്ങളിൽ ജയനെ വരവേറ്റത്. സാഹസികതയോടുള്ള ജയന്റെ ഈ ആവേശം ചൂഷണം ചെയ്തുകൊണ്ട് നിർമ്മാതാക്കൾ അത്തരം ചിത്രങ്ങൾ ജയന് വേണ്ടി ഒരുക്കി. വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുന്ന കുറേ സിനിമകൾ പിന്നീട് ജയൻ്റെതായി പുറത്തു വന്നു. ആനയുടെ കൊമ്പിൽ തൂങ്ങിക്കൊണ്ട് അറിയപ്പെടാത്ത രഹസ്യം, മാമാങ്കത്തിൽ സിംഹം, ആവേശത്തിൽ പുലി, സർപ്പത്തിൽ മലമ്പാമ്പ്, 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പുവിൽ മുതലയുമായുള്ള മൽപ്പിടുത്തം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ജയന് ഏത് മൃഗത്തെ കൊടുക്കും എന്നായി
നിർമ്മാതാക്കളുടെ ചിന്ത. എല്ലാ കഥകളും നീ കേട്ടു കഴിഞ്ഞു. ഇനിയും ഉണ്ട ചോറിന് നന്ദി ചൊല്ലി അധർമ്മത്തിൽ കൂട്ടുനിൽക്കുകയാണ് നീ. എന്റെ ബാപ്പയെ കൊല്ലിച്ചതാരാണ്? തച്ചോളി ഉദയനെ കൊന്നതാരാണ്? ഞാൻ ഇത്രയും കാലം അച്ചായെന്ന് വിളിച്ചിരുന്ന നിങ്ങൾ കുട്ടി, നിങ്ങൾ ഇത്ര ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കഥകളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. സത്യത്തിന്റെ മുഖം ഇനിയും മറച്ചു പിടിക്കണ്ട. കിട്ടവനെ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളെ ഞാൻ വിളിച്ചു ശീലിച്ചത് ഇന്നായി മാറ്റി വിളിക്കുന്നില്ല. കോട്ടയിലെ കൊള്ളരുതായ്മകൾ കണ്ടു നിൽക്കാൻ ഇനി ഞാനാളല്ല. ഒരു നായെപ്പോലെ നന്ദി കാണിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അമ്പുവിനെ അന്യായമായി അടച്ചിട്ടിരിക്കുകയാണ്. അത് പാടില്ല. തുറന്നുവിടാനുള്ള കൽപ്പന ഉണ്ടാകണം ഉടൻ. ഇല്ലെങ്കിൽ സാഹസിക രംഗങ്ങളിൽ തിളങ്ങുമ്പോഴും മികച്ച ക്യാരക്ടർ വേഷങ്ങളും തനിക്ക് ചേരും എന്ന് ജയൻ തെളിയിച്ചു. എങ്കിലും ജയൻ ജനമനസ്സിൽ ജീവിക്കുന്നത് സാഹസികതയുടെ പര്യായമായി തന്നെ ആയിരുന്നു. IV ശശി, ജോഷി, ഹരിഹരൻ, ശശികുമാർ, AB രാജ് തുടങ്ങിയ മുൻനിര സംവിധായകർ ഒക്കെ ജയൻ്റെ അഭിനയ സാധ്യത പൂർണ്ണമായും ഉപയോഗിച്ചവർ ആയിരുന്നു. ഏതോ ഒരു സ്വപ്നം, കരിമ്പന, മനുഷ്യമൃഗം, ഇടിമുഴക്കം, സായൂജ്യം, അഗ്നിശരം തുടങ്ങി കുറേ ചിത്രങ്ങൾ സാഹസികതയ്ക്ക് ഉപരി ജയൻ്റെ അഭിനയസിദ്ധി ചൂഷണം ചെയ്ത ചിത്രങ്ങൾ ആയിരുന്നു. അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാമെന്ന്. എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്നു? അതെന്തിന്? നിന്റെ പേരെന്താ? സുശീല. കൊള്ളാം. ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? നിന്റെ വീട് എവിടെയാ? അങ്ങ് പാഞ്ചാലി കുപ്പത്താ. ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാർക്ക് വിട്ടുവരാം. 1981 പുറത്തിറങ്ങിയ പല ജയൻ ചിത്രങ്ങളും ജയൻ അഭിനയിച്ച് പൂർത്തിയാകാത്തവ ആയിരുന്നു. ഡ്യൂപ്പിനെ ഉപയോഗിച്ചും കഥയിൽ ചില്ലറ ഭേദഗതികൾ വരുത്തിയും ഒക്കെയായിരുന്നു അത്തരം ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയത്. എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയുന്നത്? പെമ്പിള്ളർ റോട്ടിൽ കൂടെ നടക്കാൻ നീ സമ്മതിക്കില്ല അല്ലേ? നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? നീയാണോ ചോദിക്കാൻ? അടുത്ത 5 വർഷത്തേക്ക് ജയൻ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടിരുന്നു. അതിൽ പലതും മറ്റു താരങ്ങളെ വെച്ച് പൂർത്തിയാക്കി. പല ചിത്രങ്ങളും ഉപേക്ഷിക്കപ്പെട്ടു. ജയൻ നിറച്ച ആവേശത്തിരകൾ അടങ്ങാത്ത പ്രേക്ഷകർ ജയൻ ചിത്രങ്ങൾ കാണാൻ തിയേറ്ററുകളിൽ ഇരച്ചു കയറി. ഈ ഒരു സന്ദർഭം വിതരണക്കാർ ശരിക്കും മുതലെടുത്തു. തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. നിനക്കെന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എപ്പോഴും പണയം വെക്കുന്നതിന്റെ ജീവനില്ലേ? അതെനിക്ക് സ്വന്തമാണ്. അതുപോലും എനിക്ക് അധീനമാണ്. സാഹചര്യം എന്നൊരു പോക്കറ്റടിക്കാരനാക്കി. ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എഴുന്നിട്ടില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. കുട്ടികളുടെ കളിപ്പാട്ടമല്ലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. ജയൻ നന്നേ ചെറിയ സീനുകളിൽ അഭിനയിച്ച പല ചിത്രങ്ങളും അവർ പുതിയ പ്രിൻ്റെടുത്ത് പുതിയ പോസ്റ്ററുകൾ അടിച്ചിറക്കി തിയേറ്ററുകളിൽ പണം കൊയ്തു. പൂട്ടാത്ത പൂട്ടുകൾ എന്ന ഒരു തമിഴ് ചിത്രം അടക്കം 116 ചിത്രങ്ങളിൽ ജയൻ അഭിനയിച്ചു. ദേശീയ സംസ്ഥാന അവാർഡുകൾ ഒന്നും തന്നെ ജയനെ തേടിയെത്തിയില്ല. എങ്കിലും ആബാലവൃദ്ധം ജനങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ജയന് സാധിച്ചു. അവിവാഹിതൻ ആയിരുന്നു ജയൻ.
ശാപമോക്ഷത്തിൽ തുടങ്ങി ശരപഞ്ചത്തിൽ ഇരിപ്പുറപ്പിച്ച് അങ്ങാടിയും മൂർഖനും പോലുള്ള ചിത്രങ്ങളിലൂടെ ജനങ്ങളുടെ രോമാഞ്ചമായി കോളിളക്കത്തോടെ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞ ആ സാഹസിക നായകന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ. Thank you.